കൂൺ എന്ന സിനിമയിലൂടെ നമുക്ക് മുന്നിലെത്താൻ പോകുന്ന ഗിരിധറാണ് നമ്മുടെ ഒപ്പം. വെൽക്കം ടു മാജിക് മീഡിയ. വണക്കം. വണക്കം. അതെ, ഞാൻ കുറച്ച് ബേസിക്കലി തമിഴ് മലയാളി അല്ല. ഞാൻ അല്ല ആക്ച്വലി ഞാൻ കംപ്ലീറ്റ്ലി തമിഴാണ്. പക്ഷെ ഇവിടെയാണ്, കോഴിക്കോടാണ് നിൽക്കുന്നത്. അപ്പം അമ്മേൻ്റെ ഒക്കെ ചെന്നൈ. അങ്ങനെ ഇങ്ങോട്ട് വന്ന് അച്ഛൻ ഫുട്ബോളിന്റെ ഭയങ്കര ഒരു ഇതായിരുന്നു, ഫാനായിരുന്നു. അപ്പൊ അച്ഛന് കോഴിക്കോട് അന്ന് അതിന്റെ ഒരു ഏരിയ ആണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോ പിന്നെ അമ്മയും ശരിക്കും തമിഴാണ്. അപ്പൊ പിന്നെ നമ്മൾ ഇവിടുത്തുകാരായി, കോഴിക്കോടുകാരായി. ഫുട്ബോളിന്റെ ഒരു സ്നേഹം കൊണ്ട് മാറി സത്യമായിട്ട്. പക്ഷെ ഞാൻ നേരെ ഓപ്പോസിറ്റ് ആയി പോയി. എനിക്ക് ഫുട്ബോളിന്റെ ABCD അറിയില്ല. ഞാൻ പിന്നെ നേരെ അച്ഛനൊരു മലയാളത്തിലൊരു പടം അച്ഛനും ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു സിനിമയോട്. അപ്പോൾ അച്ഛൻ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തു. അത് ഭയങ്കര ഫെയിലിയറായി. അപ്പോൾ അച്ഛന് പിന്നെ ചെന്നൈ ഒക്കെ ഭയങ്കര വെറുപ്പായി. പിന്നെ അച്ഛന് തമിഴ്നാട് ഇപ്പോഴും റിലേറ്റീവ്സ് ഒക്കെ അവിടെ ഉണ്ട്. എൻ്റെ തമിഴ് പടം കടസിലെ ബിരിയാണി റിലീസായപ്പോൾ ഞാൻ പോയായിരുന്നു. അതിലുണ്ട്. അപ്പോൾ തമിഴിലും മലയാളത്തിലും ഇങ്ങനെ ആക്റ്റീവായി നിൽക്കുന്ന ഒരാളാണല്ലേ? അങ്ങനെയൊന്നുമല്ല. തമിഴില് നല്ലൊരു വേഷം വന്നു ചെയ്തു. പിന്നെ ഇവരുടെ തന്നെ ഒരു പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു, ഈ സാറിൻ്റെ പ്രശാന്ത്ജിൻ്റെ ഇതിൽ കെയർ ഓഫിലെ ഒരു തമിഴ് ഷോർട്ട് ഫിലിമില് ഒരു വില്ലൻ വേഷം, ഒരു ചെട്ടിയാർ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടർ, ചിദംബരം ചെട്ടിയാർ എന്നിട്ട് അത് ഒരു വില്ലനാണ്, നല്ല വെയിറ്റുള്ള. അപ്പോൾ അത് ചെയ്തായിരുന്നു. പിന്നെ ഞാൻ ബേസിക്കലി കഥക് ഡാൻസറാണ്. ഡാൻസറും കൂടിയാണ്. ഫുട്ബോളിന് വിട്ട് ഡാൻസിലോട്ട് വന്നു നമ്മളിപ്പോ. ഡാൻസ് കൊറിയോഗ്രാഫറാണ്. പക്ഷെ കഥക്കിലാണ് ഇപ്പൊ ഒരു 10 years ആയിട്ട് എനിക്ക് ഞാൻ നിൽക്കുന്നത്. പക്ഷെ എനിക്ക് ബോളിവുഡ് ഭയങ്കര പാടുള്ളതല്ലേ കഥക്ക്. ഇഷ്ടപ്പെട്ട അത് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. കാരണം വളരെ നാച്ചുറൽ, റിയലിസ്റ്റിക് ആണ് സാധനം. എനിക്ക് ചെറുപ്പത്തിൽ ഡാൻസറാണ്, ഭരതനാട്യം അങ്ങനെയുള്ള ഡാൻസ് ഫോമിൽ വെസ്റ്റേൺ ബോളിവുഡ് അറിയാം. അതിൽ കുറേ വർഷം വർക്ക് ചെയ്തു. പക്ഷെ കഥക്കിൻ്റെ ഒരു മാസ്മരിക ശക്തി അറിഞ്ഞപ്പോൾ അതിലോട്ടായി. ഇപ്പോൾ 10 years. പക്ഷേ ഒരു ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയ ലെജൻഡ് ഡയറക്ടർ ജയരാജ് സാറിൻ്റെ കാർത്തികൻ എന്ന് പറഞ്ഞ മൂവിയിൽ ഒരു നല്ല സോങ്ങിന് വേണ്ടിയിട്ട് കഥക്ക് കൊറിയോഗ്രാഫി ചെയ്ത് അത് റിലീസായപ്പോൾ അതൊരു കഥക്ക് ഡാൻസറിന് വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്തത്. കേതകി നാരായണൻ എന്ന് പറഞ്ഞിട്ട് ആ സാറ് എനിക്ക് വലിയൊരു ഓഫർ തന്നു. പക്ഷെ ഇഷ്ടം എനിക്ക് അഭിനയിക്കാനാണ്. അതെ, പക്ഷെ നല്ലൊരു സകലകല വല്ലഭ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ. ഡാൻസറാണ്, എന്തൊക്കെയാണ് തമിഴിലും മലയാളത്തിലും അഭിനയിക്കാൻ ഇഷ്ടമാണ്. മലയാളത്തില് ഫസ്റ്റ് കലവൂർ രവികുമാർ ഇഷ്ടം നമ്മളൊക്കെ ചെയ്ത് അവരുടെ സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ പുള്ളി ഒരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പേര് കുട്ടികളുണ്ട് സൂക്ഷിക്കുക. അതിൽ വില്ലൻ വേഷത്തിലൂടെയാണ് സാർ. അത് ക്ലബ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ അഭിനയം പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചൊരു ഡ്രാമ ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അതൊരു ഹിജഡ ടൈപ്പ് ആയിട്ടുള്ളൊരു ഡ്രാമയായിരുന്നു. അത് കണ്ടിട്ടാണ് സാർ എന്നെ വിളിക്കുന്നത്. അത് ഭയങ്കര എനിക്ക് അത്ഭുതം തോന്നി. പക്ഷെ ആ പടത്തിൽ ഞാൻ ഡാൻസർ ആയതുകൊണ്ട് എല്ലായിടത്തും പോകുമ്പോൾ എന്നെ ഡാൻസ് മൂവ്മെൻറ്റ് പോലെയുള്ള സാധനം ചെയ്യാനാണ് പറയുക. അപ്പോൾ എനിക്ക് ഇഷ്ടമില്ല. കാരണം ഞാൻ പറയും ഞാനില്ല, അങ്ങനെ ചെയ്യുന്നില്ല, എനിക്ക് വേറെ ഡിഫറെൻറ്റ്. പക്ഷേ സാർ എന്നെ ഭയങ്കരമായിട്ട് എന്നെ ഏൽപ്പിച്ചിട്ട് വന്ന് നിനക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാനതിൽ വില്ലനാണ്. പക്ഷെ എനിക്ക് ഫസ്റ്റ് തന്നെ ഷോട്ട് സ്റ്റണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ സ്റ്റണ്ട് ചെയ്തപ്പോൾ ഭയങ്കര ഇതായിപ്പോയി. കാരണം എനിക്ക് ഭയങ്കര സാറിൻ്റെ ഒരു മൂവിയിൽ ക്രെഡിറ്റ് ആയിരുന്നു അത്. ഒരു ഡാൻസറായ എനിക്ക് സ്റ്റണ്ട് വഴങ്ങും. എന്നിട്ട് അപ്പോൾ അതിൻ്റെ ക്യാമറമാൻ പി സുമാർ സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സൂപ്പറായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കൂൺ എന്ന സിനിമയിലോട്ട് എങ്ങനെ വരുന്നത്? കൂൺ എന്ന സിനിമ മീൻസ് എനിക്ക് പ്രശാന്ത്ജി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്, ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് ശരിയാവും. കാരണം ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ പോലീസ് ഓഫീസർ. അപ്പോൾ ഇവർക്കും എന്നെ ഡാൻസറായിട്ടാണ് അറിയുന്നത്. അപ്പം ചെയ്യണം, എനിക്ക് പറ്റും. പറഞ്ഞ ക്യാരക്ടറിനൊക്കെ ലുക്ക് ഉണ്ട്, വില്ലനും പോലീസ് ഓഫീസറൊക്കെ വളരെ ലുക്ക് ഉണ്ട് എന്തായാലും. പക്ഷെ എന്നാലും ഭയങ്കര ലൈക്ക് ഇപ്പോൾ ഒരു ഡാൻസർ എന്ന് പറയുമ്പോൾ പറഞ്ഞ കറക്റ്റാ. ഡാൻസർ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിലോട്ടൊരു സ്റ്റീരിയോ ടൈപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്നാലും പല പല ക്യാരക്ടേഴ്സ് വരുവാണ്. അത് പക്ഷെ ഇപ്പോൾ റീസെൻ്റ്ലി 40കളിലെ പ്രണയം എന്ന് പറഞ്ഞൊരു സിനിമയിൽ കഥക്ക് ഡാൻസറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്നോട് അതിൻ്റെ കഥക്ക് ചെയ്യാൻ. അപ്പോൾ ഞാൻ പിന്നെ അത് ഫ്രണ്ട്സിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ ഞാൻ വേണ്ട, പറ്റില്ല, ഞാൻ ഡാൻസറായിട്ട് ചെയ്യുന്നില്ല, എനിക്ക് വേണ്ട, പറ്റൂല. പക്ഷെ
എന്താ വെച്ചാൽ നമ്മൾ ചെറുപ്പത്തിൽ ചൈൽഡ്ഹുഡ് ടു ഡാൻസ് ചെയ്യുമ്പോൾ സമയത്ത് ഫാമിലി, നമ്മുടെ സർക്കിള് എല്ലാവരും നമ്മളെ പറ്റി ഓ ഇയാൾ ഡാൻസറാ, അങ്ങനെ ഒരു നെഗറ്റീവായിട്ട് ആ ടോക്ക് എൻ്റെ മൈൻഡിലുണ്ട്. അതുകൊണ്ടാണ്. പക്ഷെ എനിക്ക് ദൈവം തന്നൊക്കെ വില്ലൻ വേഷങ്ങളാണ്. അത് ഭയങ്കര സന്തോഷം. അത് ഞാൻ പറഞ്ഞത്, ഒരു വില്ലൻ വേഷം ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വേഷം എന്തായാലും വരുമല്ലോ. അങ്ങനെ ആയിരിക്കും. പ്രശാന്തി എനിക്ക് വിളിച്ചിട്ട് ഇത് ചെയ്യണം, പിന്നെ വന്ന് എന്നോട് എനിക്ക് അത്ഭുതം വന്നിട്ട് എന്നോട് കഥ പറഞ്ഞു. അപ്പം ഞാൻ കടസിലെ ബിരിയാണി ചെയ്ത് കഴിഞ്ഞ ശേഷം, പക്ഷെ അപ്പോൾ വന്ന് കഥ പറഞ്ഞിട്ടുണ്ട്, ഈ ചേട്ടൻ ഇത് ചെയ്യണം, ചേട്ടൻ ഇത് പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പറ്റുമോ, ഞാനൊരു ഓഫീസർ എന്ന് പറയുമ്പോൾ ഓഫീസർ എൻ്റെ മൈൻഡിൽ ഓഫീസർ എന്നൊക്കെ പറയുമ്പോൾ സൂര്യയൊക്കെ ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ ഹൈറ്റ് അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ എന്നെപ്പോലെ ഒരാളെ എങ്ങനെ, പക്ഷെ ഭയങ്കര അത്ഭുതമാണ് പുള്ളി. പക്ഷെ അക്ഷരാർത്ഥത്തിൽ അതിൻ്റെ ഫോട്ടോ എനിക്ക് പുള്ളി അയച്ച് ഞാൻ കണ്ടു, ഞെട്ടിപ്പോയി. എൻ്റെ എങ്ങനെയാണ് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ വരിക, എനിക്കൊരു കോൺഫിഡൻ്റ് എനിക്കപ്പോൾ പറ്റൂല്ലേ എന്ന്. അത് കടസിലെ ബിരിയാണീൻ്റെ സമയത്ത് എനിക്ക് അതിൽ ഞാൻ സബ് ഇൻസ്പെക്ടറാണ്, ഫുൾ ത്രൂ ഉണ്ട്. അപ്പോഴൊക്കെ എനിക്ക് അത്ഭുതമാണ് എൻ്റെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്നത്. ഡാൻസറായ ഞാൻ ഇങ്ങനെ വേറെ ലെവലിലോട്ടാണ് ചെയ്യുന്നത്. അതും ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവമല്ലേ. ഈ കൂണെന്ന് എന്നത് എനിക്ക് ഭയങ്കര സന്തോഷം വെച്ചാൽ എൻ്റെ പോസ്റ്ററിൽ തന്നെ ആ ക്യാരക്ടർ ഉണ്ട്. അത് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ എന്നെക്കുറിച്ച് വിശ്വസിപ്പിക്കുന്ന സിനിമയാണ് ഇത്. പിന്നെ കൂടുതൽ റിവീൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് ഒരുപാട് പറയാനും പറ്റില്ല, പക്ഷെ എക്സ്പ്രസും ചെയ്യണല്ലേ. ഇതുവരെ ചെയ്ത ക്യാരക്ടറിന് ഭയങ്കര ഡിഫറെന്റ് ആയി തോന്നിയോ കൂണില് ലുക്കില് ജസ്റ്റ് നോട്ടത്തില് ഒക്കെ കൂടുതൽ ഡയലോഗ്സിലല്ല, അങ്ങനെയാണ് എന്നെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു സംഭവം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ഏതാണ്? അങ്ങനെ ഒരു വലിയൊരു ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ചെയ്യാൻ മാത്രം മലയാള സിനിമയോ തമിഴ് സിനിമയോ ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് എന്നോട് തന്നെ ഇഷ്ടം തോന്നിയ നിമിഷങ്ങളാണ്. ഞാനൊരു ഡാൻസറായിട്ട് ചെറുപ്പം മുതലേ എനിക്ക് അറിയാവുന്ന ഒരുപാട് ഡാൻസ് ഫോംസ് അറിയാം. അങ്ങനെ ഞാൻ കടന്നു ചെന്ന ഞാൻ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനൊരു റോളിലേക്ക് വരുമ്പോൾ അതെനിക്ക് എന്നെ തന്നെ ഭയങ്കര പ്രൗഡായിട്ട് തോന്നി. എനിക്ക് എന്നോട് തന്നെ നിമിഷങ്ങൾ തോന്നി. ഇപ്പം നമ്മുടെ സിനിമ ഇങ്ങനെ റിലീസിനൊരുങ്ങുകയാണ്, എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? എന്തായാലും ഈ ഒരു സിനിമ എല്ലാവരും കാണണം. വളരെ കഷ്ടപ്പെട്ട് ആ ഡയറക്ടർ അത്രയും ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതിൽ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും ഭയങ്കര എഫേർട്ട് എടുത്തിട്ടുണ്ട്. വെയിറ്റിങ്ങിലാണ്. ഞങ്ങളുടെയൊക്കെ ഒരു ഫ്യൂച്ചർ എന്ന് വേണമെങ്കിൽ അതിനകത്തുണ്ട്. പ്രൊഡ്യൂസറാണ് ഭയങ്കര കോപ്പറേറ്റീവായിട്ട് എന്നോടൊക്കെ നന്നായിട്ട് റൂം സൗകര്യം എല്ലാം വളരെ ഇതായിട്ട് വന്നു. അപ്പോൾ ഇനി ഞങ്ങൾക്ക് പ്രേക്ഷകരോട് പറയണേ, ഈ സിനിമ എല്ലാവരും കാണേണ്ട മൂവിയാണ്. അതിനകത്ത് ഒരു എലമെൻ്റ് ഉണ്ട്, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് സംഗതികളുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമ വൻ വിജയകരമായിട്ട് ആശംസിക്കുന്നു. ഇനിയും നിങ്ങൾക്കും ഒരുപാട് റോൾസ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.